ഹായ് ഡിയേഴ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നൊരു ഞായറാഴ്ചയാണ്. നമുക്ക് ഞായറാഴ്ച ദിവസം കുറച്ച് വിശേഷങ്ങൾ കണ്ടാലോ. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി ആയിരുന്നേ. ഇഡ്ഡലി അവിടെ ഇരുന്നാവുന്ന നേരം കൊണ്ട് ചായ കൂടി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു കേട്ടോ. പിന്നെ കുറച്ച് സ്കിൻ കെയർ ഒക്കെ ചെയ്തു കേട്ടോ. കുറച്ച് പച്ച പാലെടുത്ത് ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ അത് അവിടെ ഇരുന്ന് ഉണങ്ങിക്കോളുമല്ലോ, നമ്മുടെ പണി നടക്കും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, നല്ല അടിപൊളി റിസൾട്ടാണ്. പിന്നെ ചേട്ടായി കുറച്ച് ബീഫൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴുകി വാരി. ഞായറാഴ്ച ദിവസം സൺഡേ ഈസ് ഹോളിഡേ എന്നാണ് പറയുന്നത്. പക്ഷേ അമ്മമാർക്ക് ഏറ്റവും തിരക്കുള്ള ദിവസം ഞായറാഴ്ച ആയിരിക്കും അല്ലേ. കാരണം എല്ലാവരും വീട്ടിലുള്ളതുകൊണ്ട് തന്നെ ഭക്ഷണം ഉണ്ടാക്കലും തിരക്കും ആയിരിക്കും അല്ലേ. പിന്നെ കുറച്ച് പച്ചക്കറിയും ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ അതൊക്കെ എടുത്തു വെച്ചു. നമ്മളമ്മമാർ പൊതുവേ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ചെയ്ത് വീട്ടിലെ പണികളും ചെയ്ത് നടക്കുമല്ലേ. പക്ഷേ അങ്ങനല്ല കേട്ടോ, നമ്മുടെ ഹെൽത്ത് കൂടി നമ്മൾ നോക്കണം. നന്നായിട്ട് വെള്ളം കുടിക്കണം, നന്നായിട്ട് ഫ്രൂട്ട്സ് കഴിക്കണം, വെജിറ്റബിൾസ് കഴിക്കണം, അതുപോലെ തന്നെ നന്നായി ഉറങ്ങണം. അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം കേട്ടോ. നമ്മുടെ സന്തോഷം നമ്മൾ കണ്ടെത്തണം. പുറത്തിറങ്ങി വന്നപ്പോൾ ഇവിടെ രണ്ടുപേര് കല്ല് കൂട്ടി ഉരച്ച് തീയാക്കലാണേ. അങ്ങനെ കുറച്ച് നേരം അവരുടെ കളികളൊക്കെ കണ്ടു കേട്ടോ. അത് കഴിഞ്ഞ് ഡൂടുക്കുട്ടനെയൊക്കെ ഉറക്കി. പിന്നെ കുറച്ച് തുണികളുണ്ടായിരുന്നു വിരിച്ചിടാൻ. അങ്ങനെ തുണി വിരിച്ചിടാനായിട്ട് പുറത്തിറങ്ങി വന്നേ. വെയിലായി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒന്ന് തുണി വിരിച്ചിടാനേ പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ വെയിലാകുന്നതിന് മുന്നേ വന്ന് തുണികളൊക്കെ വിരിച്ചിടണേ. അപ്പോൾ എന്ത് വേഗമല്ലേ തുണികളൊക്കെ ഉണങ്ങി കിട്ടുന്നത്. പിന്നെ വിചാരിച്ച് എന്തായാലും മുറ്റവും കൂടെ അടിച്ചിട്ട് അകത്ത് കയറാനേ. അന്നേരത്തേക്ക് ഒരു ദിവസം വെയിലാകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും വേണ്ടതെന്ന് വിചാരിച്ച് അവിടെ ഒന്ന് മുറ്റം അടിച്ച്. അങ്ങനെ മുറ്റോടി കഴിഞ്ഞപ്പോഴത്തേക്കും വിശക്കാൻ തുടങ്ങി കേട്ടോ. ഇഡ്ഡലിയും ചമ്മന്തിയും പിന്നെ കുറച്ച് ബത്തക്ക ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. മക്കൾ നേരത്തെ കഴിച്ചായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എമ്മാനും അവിടെ പഠിക്കാനിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ചുമ്മാ കുറച്ച് നേരം എമ്മാനൂടെ അടുത്തിരുന്ന് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞു. അങ്ങനെ മക്കളും 3 പേരും കൂടെ അവിടെ നിന്ന് നല്ല കളിയാണ് കേട്ടോ. ആ നേരത്തെ ഞാൻ എൻ്റെ പണികളൊക്കെ ഒരുവിധം ഒതുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടായി പുറത്ത് പോയിട്ട് വന്നപ്പോൾ നമുക്കൊരു ആമസോണിൻ്റെ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതൊരു ഫേഷ്യൽ റൈസറാട്ടോ. അങ്ങനെ അതൊക്കെ പൊട്ടിച്ച് നോക്കി. അത് കഴിയുമ്പോഴത്തേക്കും കുറച്ച് കപ്പ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാൻ അതൊക്കെ കൊത്തി ഞുറുക്കി പുഴുങ്ങാൻ വേണ്ടി വെക്കും കേട്ടോ. ഇനി വേഗം ഓരോ പണികൾ ചെയ്യണം. കാരണം ഞങ്ങളുടെ പള്ളി വെഞ്ചിരിപ്പാണേ. അപ്പോൾ ഉച്ച കഴിഞ്ഞ് ഞങ്ങൾക്ക് എല്ലാവർക്കും പള്ളിയിൽ പോകണം. അന്നേരത്തേക്ക് എല്ലാം നോക്കി ഒതുക്കിയാലേ പോകാൻ പറ്റുള്ളൂ. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് വേഗം കുളിച്ചൊരുങ്ങി പള്ളിയിൽ പോകാൻ റെഡിയായി കേട്ടോ. ഇപ്പോൾ തന്നെ ഞങ്ങൾക്ക് നേരം പോയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പള്ളിയിലെത്തി കേട്ടോ. പള്ളിയിലെത്തിയപ്പോൾ ഇത് എൻ്റെ ഫ്രണ്ടിനെ കണ്ടു കേട്ടോ. അപ്പം ഞങ്ങൾ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പം എനിക്ക് 3 മക്കൾ, അവൾക്കും 3 മക്കൾ. അങ്ങനെ ഞങ്ങൾ മക്കൾക്ക് എല്ലാവർക്കും ചോക്കോബാറൊക്കെ വാങ്ങിച്ചു കൊടുത്ത്. മക്കളവിടെ വന്ന് ചോക്കോബാറൊക്കെ കഴിക്കും കേട്ടോ. എൻ്റെ നടുക്കത്തെ മോനും അവളുടെ ഇളയ മോനും ഒന്നിച്ചാണ് പഠിക്കുന്നത്. അവർ നല്ല ഫ്രണ്ട്സാണ് കേട്ടോ. പിള്ളേർ നല്ല ഹാപ്പി ആയിരുന്നേ, കാരണം എല്ലാവരും ഒന്നിച്ച് കണ്ടതല്ലേ. അങ്ങനെ ഇതാ പള്ളി വെഞ്ചിരിപ്പൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പള്ളിയുടെ ഉള്ളു കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു. എല്ലാവരുടെയും കഷ്ടപ്പാടിൻ്റെ പ്രതിഫലം അതേപോലെ കാണാനുണ്ട്. നല്ല സൂപ്പറായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് ഗാനമേളയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിനിടയ്ക്ക് പിള്ളേരുടെ ഡാൻസും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഞായറാഴ്ചത്തെ കുറച്ച് വിശേഷങ്ങളെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ടാറ്റാ.